ശാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത നമസ്കാരത്തോടെ ശുശ്രൂഷകൾക്ക് തുടക്കമായി. 3-ാം മണി നമസ്കാരത്തിന് ശേഷം ഗോൾത്ത മലയിലേക്ക് യേശുക്രിസ്തു കുരിശും വഹിച്ചു പോകുന്നതനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നിൽ ശ്രീബ വഹിച്ച് പ്രദക്ഷിണം നടത്തി. തുടർന്ന് 6-ാം മണി 9-ാം മണി നമസ്കാരങ്ങൾക്ക് ശേഷം ദുഃഖവെള്ളി അനുസ്മരിച്ച് വികാരി വചന സന്ദേശം നൽകി. പഴമ വായന, ശ്രീഹ വായന, ഏവങ്കേലിയൻ വായനയ്ക്ക് ശേഷം ശ്രീബ വന്ദനവിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാൽ രക്ഷയുണ്ടായി എന്ന ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്നേറ്റു പറഞ്ഞ് വിശ്വാസികൾ ശ്രീബ വന്ദനവും നടത്തി. യേശുവിനെ അടക്കം ചെയ്യുന്നതനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും 2ാമത്തെ പ്രദക്ഷിണം, ശ്രീബ ആഘോഷം, അവധുമാലാകയും നടത്തി. തുടർന്ന് കബറടക്കവും വിശ്വാസ പ്രമാണത്തോടുകൂടി ദുഃഖവെള്ളി ശുശ്രൂഷകൾ സമാപിച്ചു. യേശുവിനെ ദാഹിച്ചപ്പോൾ കയ്പും കാടിയും നൽകിയത് അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും കയ്പും നീരും ഭക്ഷിച്ചു. കടുമാങ്ങയും കഞ്ഞി നിറച്ചിയും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ ദുഃഖവെള്ളി ശുശ്രൂഷയിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 10-ന് മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാനയും രാത്രി 8-ന് ഉയർപ്പ് ശുശ്രൂഷയും നടക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ശ്ലീബാതോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട നെടുവീർപ്പോടു നിലവിളി കൂട്ടാൻ മേളി ചെബറായങ്കനമാർ അറിയും നോരെ വരുമൊന്നീ ചകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവു സമം കേണു. എങ്ങിൻ മകനെ വത്സലനെ എങ്ങിവർ നിന്നെ നയിക്കുന്നു. വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയെ ഏൽപ്പിച്ചു. മകനെ മമ വത്സലനെ എന്തു നിനക്കു ഭവിച്ചിന്നാൾ ഞങ്ങൾക്കായി ഉളവായൊരു നിൻ വ്യഥയും താഴ്മയും അതിധന്യം. നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി കൂടി വന്നു. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരത്ത് നിന്നിരുന്നു. ശുദ്ധിമതിയായ അമ്മ വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ നിലവിളിച്ചു പറഞ്ഞു, എന്റെ പുത്ര, നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു? ഇപ്രകാരം മാടപ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കൈകളിൽ നീ നിന്നെ തന്നെ എന്തിനേൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്ര, എനിക്ക് കഷ്ടം. എന്റെ വാത്സല്യവാനേ, എനിക്ക് കഷ്ടം.
ഇന്ന് നിനക്കെന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ലീബാത്തോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട നെടുവീർപ്പോടു നിലവിളി കൂട്ടാൻ മേളി ചെബറായങ്കനമാർ അറിയും നോരെ വരുമൊന്നീ ചകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവു സമം കേണു. എങ്ങിൻ മകനെ വത്സലനേ, എങ്ങിവർ നിന്നെ നയിക്കുന്നു. വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയെ ഏൽപ്പിച്ചു? മകനെ മമ വത്സലനേ, എന്തു നിനക്കു ഭവിച്ചിന്നാൾ ഞങ്ങൾക്കായി ഉളവായൊരു നിൻ വ്യഥയും താഴ്മയും അതിധന്യം. നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി കൂടി വന്നു. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരത്ത് നിന്നിരുന്നു. ശുദ്ധിമതിയായ അമ്മ വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ നിലവിളിച്ചു പറഞ്ഞു, എന്റെ പുത്ര, നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു?